AIYF ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് രക്തസാക്ഷ്യം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ വീണ്ടെടുക്കുവാൻ ഗാന്ധി സ്മരണകളെ ആയുധമാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AIYF ജനുവരി 30 ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷ്യം സംഘടിപ്പിച്ചു. ജനാധിപത്യ വിശ്വാസികളുടെയും മതേതരവാദികളുടെയും യോജിച്ച മുന്നേറ്റം കാലഘട്ടം ആവശ്യപ്പെടുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷി ദിനത്തിൽ AIYF രക്തസാക്ഷ്യം സംഘടിപ്പിച്ചത്. സംഘാടക സമിതി ചെയർമാൻ ആദർശ് ശിവൻ അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് അമൽരാജ് സ്വാഗതം പറഞ്ഞു. AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ മുഴുവൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും ഒന്നിച്ചു ചേർത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജിയെയാണ് 5 മാസം പോലും ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്തത് ആരാണ്? ഉന്മൂലനം ചെയ്തത് ഈ രാജ്യത്തെ ബ്രിട്ടന്റെ ഏജന്റുമാരാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളാണോ? അല്ല, ഈ രാജ്യത്തെ തന്നെ പൗരന്മാർ, ഈ രാജ്യത്തെ തന്നെ താമസിക്കുന്ന ആളുകളാണ് കടന്നു വന്നത്. ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജിയെ ഒരു സുപ്രഭാതത്തിൽ വന്ന് വെടിവെച്ചു കൊന്നതല്ല. ഗാന്ധിജിയെ 1934 മുതൽ 6 തവണയാണ് കൊല്ലാൻ ശ്രമിച്ചത്. നമ്മളോർക്കുള്ള ഈ ജനുവരി മാസം 30-ാം തീയതി 1948 ആണോ എന്നല്ല, 1934 അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ ഗ്രനേഡെറിഞ്ഞു. 1944 അദ്ദേഹം സഞ്ചരിക്കുന്ന തീവണ്ടി അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഈ ഗോഡ്സെ അടക്കമുള്ളവർ 1944 തന്നെ ഒരു പൊതുവേദിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. നമുക്കറിയാം, ഈ ജനുവരി മാസം 30-ന് 10 ദിവസം മുമ്പ്, ജനുവരി മാസം 30-ന് 10 ദിവസം മുമ്പാണ് ഇതുപോലെ തന്നെയുള്ള ഒരു പ്രാർത്ഥനാ വേദിയിൽ വെച്ചുകൊണ്ട് ഈ ഗോഡ്സെയുടെ അനുയായികളുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയെ ആക്രമിച്ചത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ KG സന്തോഷ് മുഖ്യ പ്രഭാഷണം നടത്തി. ജനാധിപത്യത്തെ ഇവയെല്ലാം തല്ലിക്കെടുത്തുന്ന തരത്തിൽ RSSും സംഘപരിവാര ശക്തികളും ഈ രാജ്യത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണാധികാരം ഏത് രൂപത്തിൽ കൈപ്പിടിയിലാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഗൗരവമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് പിറവിയെടുക്കുന്നത്. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് N ശ്രീകുമാർ വിഷയാവതരണം നടത്തി. AIYF മണ്ഡലം സെക്രട്ടറി P അജിത് കുമാർ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ K സുകുമാരൻ, റഹീം കൊപ്പാര, S സനൽകുമാർ, ഭരണിക്കാവ് LC സെക്രട്ടറി നൈനാൻ ജോർജ്, കൃഷ്ണപുരം നോർത്ത് LC സെക്രട്ടറി TK ബിജു, AIYF ജില്ലാ കമ്മിറ്റി അംഗം അഞ്ജലി, കേരള മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം മണി വിശ്വനാഥ്, മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് അനിത രാജേന്ദ്രൻ, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സോമലത, AITUC മണ്ഡലം പ്രസിഡന്റ് S സെൻ, AIYF മണ്ഡലം വൈസ് പ്രസിഡന്റ് രാകേഷ്, ASF മണ്ഡലം സെക്രട്ടറി ആകാശ് ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. AIF മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അനുപ്രസാദ് നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കായംകുളം.